Page 93, question number 1. In the picture, the perpendicular is drawn from the midpoint of the hypotenuse of a right triangle to the base. Figure is this. നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഹൈപ്പോട്ടനീസിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് എങ്ങോട്ടേക്കാണ് വരച്ചിരിക്കുന്നത് നോക്കി, ബേസിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് ദ ലാർജ് റൈറ്റ് ട്രയാങ്കിൾ. ഈ തേർഡ് സൈഡ് ഇതാണ് ലാർജ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ്. ആൻഡ് ദ ലെങ്ത്സ് ഓഫ് ഓൾ 3 സൈഡ്സ് ഓഫ് ദ സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ ഇതാണ്, അതിൻ്റെ എല്ലാ സൈഡും കാണുക. ഓക്കെ, നോക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. AC is equal to 10 centimeter. This is AC. AC is equal to 10 centimeter and BC is equal to, BC means this side, 8 centimeter. It is given. Angle B is equal to 90 degree because this perpendicular, it is given in the question itself. And angle E is equal to 90 degree because D is perpendicular to CB. It also is given. We know in any triangle, a line drawn parallel to a sides cuts the other 2 sides in the same ratio. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ലൈൻ വേറൊരു സൈഡിൽ നിന്ന് പാരലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നോക്കി, എ ബിക്ക് പാരലായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. കാരണം എന്തത്, രണ്ട് റൈറ്റ് ഇത് ബി സിക്ക് പെർപെൻഡിക്കുലറാണ് എ ബി, ബി സിക്ക് പെർപെൻഡിക്കുലറാണ് ഡി, രണ്ടെണ്ണവും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എ ബി ഈസ് പാരലൽ ടു ഡി ഇ. അങ്ങനെ തന്നിട്ടുണ്ട്. വി നോ ദാറ്റ് എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ് കട്ട് ദ അതർ 2 സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ ട്രയാങ്കിളിൽ, അങ്ങനെയാണെങ്കിൽ മറ്റ് 2 സൈഡിനെയും അത് ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നോ നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് മീൻസ് എ ഡി ബൈ ഡി സി ഈസ് ഈക്വൽ ടു ബി ഇ ബൈ ഇ സി. അതിപ്പോൾ നോക്കിക്കേ, എ ഡി ബൈ ഡി സി എന്നുള്ളത് 5/5 എന്ന് വരും. ദാറ്റ് ഈസ് 1. എ ഡി ബൈ ഡി സി 1 ആണെങ്കിൽ അതിനോട് തന്നെ ഈക്വലാണ് ബി ഇ ബൈ ഇ സിയും. അപ്പോൾ അതും 1 ആണ്. അങ്ങനെ 1 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ. ദാറ്റ് മീൻസ് ബി ഇ ഈസ് ഈക്വൽ ടു ഇ സി, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ബി ഇ ഈസ് ഈക്വൽ ടു ഇ സി. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ട്രയാങ്കിൾ എ ബി സി നോക്കുക, എ ബി സി ഇതാണ്. എ ബി സിയിലെ ഹൈപ്പോട്ടനസ് ഈസ് 10 and one perpendicular side BC is 8 centimeter. Then what is the third perpendicular side? That means Pythagorean triplets are there, 6, 8, 10. Actually 3, 4, 5 are the Pythagorean triplets. 3, 4, 5 ഇത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. ഇനി ഇതിൻ്റെ എല്ലാ മൾട്ടിപ്പിളും പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് 3 square plus 4 square is equal to 5 square. 3 square is 9 and 4 square is 16 and 9 plus 16 is equal to 25. Therefore these 3 numbers are Pythagorean triplets. ഇനി ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇതിൻ്റെ ഡബിൾ ആണ് 6, 4ൻ്റെ ഡബിൾ ആണ് 8, 5ൻ്റെ ഡബിൾ ആണ് 10. അപ്പോൾ നോക്ക്, ദീസ് ആർ ഓൾസോ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. 6 square plus 8 square is equal to 10 square. 36 plus 64 is equal to 100. അപ്പോൾ അങ്ങനെയാകുമ്പം ഇതറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് 10 ആണ്, ഒരു പെർപെൻഡിക്കുലർ സൈഡ് 8 ആണെങ്കിൽ മറ്റേത് ഉറപ്പായിട്ടും എത്രയായിരിക്കും, 6 ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കത് 6 എന്ന് കിട്ടി. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിൽ നോക്ക്, ഇത് മിഡ് പോയിൻറ്റ് 0 ഒക്കെ വെച്ചിട്ട് ഇത് 4ഉം 4ഉം എന്ന് നമുക്കറിയാം. കാരണം ഇത് മിഡ് പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ഇത് പാരലലുമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പാരലലാണ്, മിഡ് പോയിൻ്റ് തമ്മിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മിഡ് പോയിൻറ്റിൽ നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മിഡ് പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഇന്ന് പാരലൽ വരയ്ക്കുന്നത് മിഡ് പോയിൻറ്റ് വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഹാഫാന്ന് പറഞ്ഞു, ഇപ്പോൾ 8ൻ്റെ പകുതി വെച്ചാണ്ട് ഇത് നോക്കാം, നമുക്കറിയാം. അങ്ങനെ അത് ബാക്കി 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 3, ഇത് 4, ഇത് 5, അതും പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇതിനെ ആവശ്യാനുസരണം പോസ് ചെയ്ത് വെച്ച് വേണ്ടതുപോലെ എഴുതിയെടുക്കുക.